സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹത്തിൻ്റെ സമസ്ത ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ സമൂഹത്തിലെത്തിക്കുക, പൊതുജന അഭിപ്രായം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ ചാനലിനുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ, ദൈനംദിന ജീവിതം, അവരുടെ തൊഴിൽ ഇടത്തെ പ്രശ്നങ്ങൾ, സേവന വേതന വ്യവസ്ഥകൾ, ഇതെല്ലാം നമ്മൾ ഈ ചാനൽ വഴി ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. ചിലതിനൊക്കെ നല്ല നടപടി ഉണ്ടാകുന്നു, മറ്റു പലതിനും നടപടികൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്കതിൽ സന്തോഷിക്കാം. അങ്ങനെ നമ്മൾ സുഭാഷിതം ചാനൽ ഇടപെട്ടിട്ടുള്ള ഒരു മേഖലയാണ് അങ്കണവാടിക്കാരുടെ സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത്. ഒരുപാട് യൂണിയനുകളും സംഘടനകളും ഒക്കെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നു. അവരവരുടേതായ സംഭാവന നൽകുന്നു. എന്നാൽ പോലും നമ്മളുടെ കഴിയുന്ന കാര്യങ്ങൾ നമുക്കും ചെയ്യാം, നമ്മുടെ ചാനലിനും നമ്മുടെ സംവിധാനത്തിനും. അങ്ങനെ അങ്കണവാടി ഫ്രീഡം ഫോറം ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വനിതകൾ അതിനകത്ത്, അങ്കണവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും പെൻഷൻ പറ്റിയവരും ആ സംഘടനയിലുണ്ട്. അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. നമ്മൾ മെനു പോലുള്ള കാര്യങ്ങൾ, അശാസ്ത്രീയമായ മെനു പോലുള്ള കാര്യങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പെൻഷൻകാർക്ക് വേണ്ടി നമ്മൾ വാദിക്കുമ്പോഴും ഒരു വേദനയുണ്ടാക്കുന്ന, സങ്കടപ്പെടുത്തുന്നൊരു വാർത്ത വന്നു. അതും കാണാതെ പോകാനാകില്ല. അപ്പോൾ അങ്കണവാടി ഫ്രീഡം ഫോറത്തിൻ്റെ ചെയർമാൻ ആൻഡ് മെൻറ്റർ ഓർ അഡ്വൈസർ എന്നൊക്കെ ഉള്ള നിലയിലുള്ള പ്രവർത്തിക്കുന്ന എനിക്ക് ഈ അങ്കണവാടി ടീച്ചർമാരോട് വർക്കർമാരോട് പറയാനുള്ളത്, നിങ്ങൾ 66,000 പേരുണ്ട്, ഹെൽപ്പർമാരും എല്ലാം ഉൾപ്പെടെ 33,000-ലധികം അംഗനവാടികളുണ്ട്. നിങ്ങളെ അവിടെ കുഞ്ഞുങ്ങളെ അയക്കുന്നത് കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനാണ്, കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ്. ഒക്കെ ശരിയാണ്. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കുന്നതിനാണ്. കാരണം അവർക്ക് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ അവിടെ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, വളരെ കുഞ്ഞു കാര്യങ്ങൾ. പക്ഷേ അവരെ നിങ്ങൾ അനാവശ്യമായി ഉപദ്രവിക്കാതെ സ്നേഹത്തിൻ്റെ ഭാഷ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഏരൂരിൽ, ആലപ്പുഴ ജില്ലയാണെന്ന് തോന്നുന്നു, ഏരൂരിൽ അഞ്ചൽ, അത് അപ്പോൾ പിന്നെ കൊല്ലം ജില്ല വരുന്നു, അഞ്ചൽ ഏരൂർ പാണയത്ത് 4.5 വയസ്സുകാരൻ്റെ തുടകളിലും നുള്ളിയ വലിയ പാട് കിടക്കുന്നതായിട്ടും, അത് അവിടുത്തെ ഒരു അംഗനവാടി ടീച്ചർ, ഒരു വർക്കർ, ഞാൻ പേര് പറയുന്നില്ല, കാരണം നമ്മുടെ സംവിധാനത്തിലൊക്കെ ഉള്ള ആളുകൾ ഈ അംഗനവാടി വർക്കർമാരെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെയും കൂടി ഒരു സഹപ്രവർത്തകരാണല്ലോ, അതുകൊണ്ട് പേര് പറയുന്നില്ല. ഒരു അംഗനവാടി വർക്കർ എന്തായാലും അധ്യാപിക കുട്ടിയെ കാര്യമായി ഉപദ്രവിച്ചു. അത് പലവട്ടമായിട്ടുണ്ട്. കുഞ്ഞത് വീട്ടിൽ പോയി പറഞ്ഞു. കുഞ്ഞിന് മാനസിക സംഘർഷമുണ്ടായിട്ടുണ്ട്, ശാരീരികമായി വേദനയുണ്ടാവും. തീർച്ചയായിട്ടും ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. നമുക്ക് ശിക്ഷണ നടപടികളൊക്കെ കൊടുത്ത്, അങ്ങനെ പരീക്ഷയൊന്നുമില്ലല്ലോ, എക്സാമൊന്നുമില്ലല്ലോ കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓരോ കുട്ടികളും ഓരോ സ്വഭാവക്കാരാണ്. ചിലർക്ക് എപ്പോഴും കളിക്കണമെന്നുള്ളതായിരിക്കും, ചിലർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണം, കുഞ്ഞു കുഞ്ഞു ഭക്ഷണമായിരിക്കും, എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളതായിരിക്കും. ചിലർക്ക് എപ്പോഴും പാട്ട് പാടണം, ചിലർക്കാണെങ്കിൽ ഓടി നടക്കണം. ഒരു വല്ലാത്ത പ്രായമാണ് കുഞ്ഞുങ്ങളുടെ. ആ കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്കുമാണ്, വളരെ വലിയ പ്രയാസമാണ്. കാരണം 30 കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 20 കുട്ടികളുണ്ടെങ്കിൽ 25 സ്വഭാവമായിരിക്കും അവർക്ക്. പിന്നെ അവരുടെ മാതാപിതാക്കളും അങ്ങനെ ആയിരിക്കും. 2 കുട്ടികളൊക്കെ ഉള്ള വീട്, 1 കുട്ടിയുള്ള വീടൊക്കെയാണ് കൂടുതൽ. അവരുടെ മക്കളെ ശാസിക്കുന്നതോ ശിക്ഷിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുകയുമില്ല. അവരുടെ മക്കൾ തങ്ങളുടെ മക്കളാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും. അപ്പോൾ കുസൃതിയുള്ള വീട്ടിൽ നിന്ന് വരുന്നവരുണ്ട്, കുഴപ്പക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. ആ ടാസ്ക്കാണ് വർക്കർമാർ, ഹെൽപ്പർമാർ ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ആവശ്യമില്ലാതെ അവരെ ഉപദ്രവിക്കുകയും അത് വാർത്തയാവുകയൊക്കെ ചെയ്യുന്നത് ഈ സംവിധാനത്തിന് നല്ലതല്ല. തീർച്ചയായിട്ടും നമുക്കതിനകത്തുള്ള ഒരു അഭിപ്രായം ഉണ്ട്. CDS സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ കുട്ടിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കുട്ടിക്ക് അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കി. അപ്പോൾ എന്തൊരു പീഡനമായിരിക്കും നൽകിയിട്ടുള്ളത്. ഒരു സർക്കാർ ആശുപത്രിയിൽ പോയി ഇത് ലഭിക്കണമെങ്കിൽ, ഇത് ചെയ്യണമെങ്കിൽ, ചികിത്സ നടത്തണമെങ്കിൽ അല്പം കടന്നുപോയി ആ കാര്യം. അതെന്തായാലും ചെയ്ത് ശരിയായില്ല. ഇത്തരം വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കണം. സ്വന്തം മക്കൾ പഠിക്കാതിരുന്നാൽ വല്ലാതെ നമ്മൾ തല്ലില്ലല്ലോ, ചിലപ്പോൾ ചെറിയ ശിക്ഷണ പരിപാടിയൊക്കെ കൊടുക്കുമായിരിക്കും, അതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഭാഗമായി, അല്ലെ അവർ നന്നാവണമെന്നുള്ളത്. അല്ലാതെ വല്ലാതെ നമ്മളുടെ ദേഷ്യവും സങ്കടവും ഈഗോയും കോംപ്ലക്സും എല്ലാം തീർക്കുന്നത് കുഞ്ഞുങ്ങളിലല്ലല്ലോ. അങ്ങനെ ചെയ്യുന്നു എന്നല്ല. എന്തായാലും ഒരു സംഭവം ഉണ്ടായി, ഇനി ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒരിക്കലും കുട്ടികളിൽ തീർക്കരുത്. കുട്ടികളായി തന്നെ വളരട്ടെ. അവർ അങ്കണവാടി എന്ന പേര് തന്നെ ഒരു പൂന്തോട്ടം എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ചിത്രശലഭങ്ങൾ പോലെ അവർ പാറിപ്പറന്ന് നടക്കട്ടെ മനസ്സുകൊണ്ടെങ്കിലും.